ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ഹീറോയിൻ പ്രിൻസ് ഹീച്ചിങ്ങിനെ കണ്ട് ഹായ് ബായ് ലിയോൺ ഇവിടെ ഉണ്ടല്ലോ, എൻ്റെ ഫ്രണ്ട് ദുവായു ഇവിടെ ഉണ്ട്, ബായ് ലിയാണും ഇവിടെ ഉണ്ട്, എനിക്കിഷ്ടപ്പെട്ട രണ്ടുപേരും ഇവിടെ ഉണ്ട് എന്ന് സന്തോഷത്തോടെ അവനെ വായി നോക്കി നിൽക്കുമ്പോഴാണ് ലൂ വന്നിട്ട് അവളെ അവിടുന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. അവൾ കിങ്ങിൻ്റെ അടുത്ത് ചെന്ന് കിങ്ങിനോട് പറയുന്നു, പ്രിൻസ് ഹീച്ചിനെ കാണാൻ എന്തൊരു ഭംഗിയാണ്, എൻ്റെ നാട്ടിൽ ഞാൻ കണ്ട ഒരു ഐഡലിനെ പോലെ തന്നെ ഉണ്ട്, അയാളെ നോക്കിക്കൊണ്ടിരിക്കാൻ എന്തൊരു രസമാണ് എന്നൊക്കെ പറയുമ്പോൾ കിങ്ങിന് അതിൽ അസൂയ തോന്നിയിട്ട് അവിടെ നിന്നും എണീറ്റു പോകുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് കിങ്ങിൻ്റെ ഫിയാൻസിയായ വാനറിനെ കാണാൻ അവളുടെ അച്ഛൻ വരുന്നു. അവളുടെ അച്ഛൻ ചോദിക്കുന്നു, നീ പാലസിൽ വന്നിട്ട് 3 മാസത്തോളമായി, ഇതുവരെ എന്തുകൊണ്ട് നിനക്ക് കിങ്ങിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ കഴിഞ്ഞിട്ടില്ല? ഇപ്പോഴാണ് പ്രിൻസ് ഹീച്ചിനും വന്നു, നിനക്ക് അവനോട് പണ്ടത്തെ പോലെ ഒന്നും ഇല്ലല്ലോ, അതോ അവനോട് എന്തേലും ഫീലിങ്സ് ഉള്ളതുകൊണ്ടാണോ നീ കിങ്ങുമായിട്ട് അടുക്കാത്തത്? അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ നീ അത് മറന്നേക്ക്, നീ ഇപ്പോൾ കിങ്ങിൻ്റെ ഫിയാൻസിയാണ്, നീ കിങ്ങുമായിട്ട് വേണം എപ്പോഴും ചേർന്നിരിക്കാൻ, അല്ലെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിന് തന്നെ ദോഷമാണെന്നും പറഞ്ഞ് അവൾക്ക് കിങ്ങിനെ മയക്കാനുള്ള എന്തോ ഒരു മെഡിസിൻ അവളുടെ കൈ കൊടുത്തിട്ട് അവിടുന്ന് പോകുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് പ്രിൻസ് ഹീച്ചിൻ തൻ്റെ കൊട്ടാരത്തിലെത്തി ആദ്യം തന്നെ വാനർ എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാളുടെ മന്ത്രി പറയുന്നു, ഇപ്പോഴും പ്രിൻസെ നിങ്ങൾ വാനറിനെ കുറിച്ചാണോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അവളിപ്പോൾ കിങ്ങിൻ്റെ ഫിയാൻസിയാണ്, അവൾ കിങ്ങിൻ്റെ പാലസിൽ എത്തിയിട്ട് ഇപ്പോൾ 3 മാസം കഴിയുന്നു. അപ്പോൾ പ്രിൻസ് ഹീച്ചിങ്ങിന് ദേഷ്യം വരുന്നു, 3 മാസമായോ, ഞാൻ അറിഞ്ഞിട്ട് 5 ദിവസമേ ആയുള്ളല്ലോ, എന്നിൽ നിന്നും എന്തിനാ എല്ലാവരും ഇത് മറച്ചു വെച്ച്, വാനറും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രിൻസ് ഹീച്ചിങ്ങിന് ദേഷ്യവും സങ്കടവും എല്ലാം വന്നു. തൊട്ടടുത്ത സീനിൽ നമ്മുടെ ഹീറോയിനും അതേപോലെ ലൂവും കൂടി ഒരു ഹോട്ടലിൽ ഒരാളെ കാണാൻ വന്നപ്പോൾ കോയിൻസിഡൻ്റ് ആയിട്ട് നമ്മുടെ വാനറിനെ അവിടെ കാണുന്നു. വാനർ അറിയാതെ എങ്ങനെയെങ്കിലും അവിടുന്ന് മുങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഹീറോയിൻ വാനറിനെ വിളിച്ച് കാണിക്കുന്നു. അങ്ങനെ ഗത്യന്തരമില്ലാതെ വാനറിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കേണ്ടി വരുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ കിങ് കാണാൻ ഉദ്ദേശിച്ച ആൾ അവിടെ വന്നു എന്നറിഞ്ഞ് നമ്മുടെ കിങ് ഹീറോയിനെയും വാനറിനെയും അവിടെ ആക്കിയിട്ട് അങ്ങോട്ട് പോകുന്നു. നമ്മുടെ ഹീറോയിൻ വാനർ കഴിക്കുന്നത് കണ്ടിട്ട് വാനറിനോട് ചോദിക്കുന്നു, നിനക്ക് വിഷമം വരുമ്പോഴാണ് ഇത്രയും ഒത്തിരി ഫുഡ് കഴിക്കുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് പറഞ്ഞപ്പോൾ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളും നിന്നെപ്പോലെ തന്നെയാണ് എന്ന് പറഞ്ഞ് അവരവരുടെ സംസാരം തുടങ്ങി. അവിടെ അവർ ഒരുപാട് കുടിക്കുകയും ചെയ്തു. അങ്ങനെ മദ്യം കുടിച്ച് നമ്മുടെ വാനറിന് സ്വബോധം നഷ്ടപ്പെട്ടു. അങ്ങനെ സ്വബോധം നഷ്ടപ്പെട്ട നമ്മുടെ വാനറിനെ നമ്മുടെ ഹീറോയിൻ താങ്ങിപ്പിടിച്ച് നമ്മുടെ കിങ്ങിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ സ്വബോധം നഷ്ടപ്പെട്ട വാനർ നമ്മുടെ ഹീറോയിനോട് പറയുന്നു, എനിക്ക് കിങ്ങിനെ ഇഷ്ടമേ അല്ല, കിങ്ങിനെ കല്യാണം കഴിക്കാൻ തീരെ ഇഷ്ടമല്ല, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കിങ്ങിനെ എന്നിങ്ങനെ വളവള പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വാനറിനെയും കൊണ്ട് അവർ കൊട്ടാരത്തിലെത്തുന്നു. അപ്പോഴാണ് ലൂ കിങ്ങിനോട് പറയുന്നത്, രാജാവേ, ഈ സമയത്ത് ഈ ഒരു അവസ്ഥയിൽ വാനറിനെ അവളുടെ റൂമിലാക്കുന്നത് തീരെ ശരിയല്ല. എന്തായാലും മിനിസ്റ്ററും അതേപോലെ എംപ്രസ് ഡോവേജറും ഒക്കെ നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ഈ ഒരു അവസരം അങ്ങ് മുതലാക്കിയാലോ, നമുക്ക് വാനറിനെ കിങ്ങിൻ്റെ റൂമിലോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് വാനറിനെ എല്ലാവരും കൂടി കിങ്ങിൻ്റെ റൂമിൽ കൊണ്ടുവന്ന് അയാളുടെ ബെഡ്റൂമിൽ കിടത്തുന്നു. വാനറിന് കിങ്ങിനെ തീരെ ഇഷ്ടമല്ല എന്നറിഞ്ഞ നമ്മുടെ ഹീറോയിനാട്ടെ വാനറിൻ്റെ ഈ അവസ്ഥ കിങ് മുതലാക്കുമോ എന്ന സംശയത്തോടെ, ഞാൻ വാനറിനെ വിട്ടു പോവത്തില്ല, വാനറിൻ്റെ കൂടെ തന്നെ ഇരിക്കും, നിങ്ങൾ ഈ അവസരം മുതലാക്കിയാലോ എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, നീ ധൈര്യമായിട്ട് പുറത്തു പോയിക്കോ എന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല, ഞാൻ അവളുടെ അടുത്ത് തന്നെ ഇരിക്കും എന്ന് കിങ്ങിനോട് നമ്മുടെ ഹീറോയിൻ പറഞ്ഞു. അപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത്, അവിടെ കിങ്ങിൻ്റെ റൂമിൻ്റെ പുറത്ത് എംപ്രസ് ഡോവേജറിൻ്റെ ഒരു സെർവൻറ്റ് കിങ്ങിൻ്റെ റൂമിൻ്റെ പുറത്ത് നിന്ന് അകത്തെന്താ സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഒളിഞ്ഞു നോക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കിങ്ങും വാനറും തമ്മിൽ നല്ല സ്നേഹത്തിലാണ്, അവർ ഒരുമിച്ചു എന്നറിയിക്കാൻ വേണ്ടിയിട്ട് കിങ്ങും ഹീറോയിനും കൂടി അടുത്തിടപഴകി അവരെ തെറ്റിദ്ധരിപ്പിച്ചു വിടുന്നു. അങ്ങനെ അവരും സന്തോഷത്തോടെ അവിടുന്ന് മടങ്ങിപ്പോകുന്നു. അപ്പോൾ കിങ് പറഞ്ഞു, ഇനി നിനക്ക് നിൻ്റെ സംശയം മാറ്റാലോ, ഇവിടുന്ന് പോലെ എന്നാ നീ പോ എന്ന് പറയുമ്പോൾ, ഇപ്പോഴും ഞാൻ സംശയിക്കുന്നു, എനിക്ക് പേടിയാണ്, ഞാൻ ഇവിടെ തന്നെ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ തന്നെ നിൽക്കുന്നു.
തൊട്ടപ്പുറത്ത് നമ്മുടെ എംപ്രസ് ഡോവേജറും അതായത് നമ്മുടെ കിങ്ങിൻ്റെ അമ്മയും നമ്മുടെ വാനറിൻ്റെ അച്ഛനും കൂടി ഡിസ്കഷനിലാണ്. കിങ്ങിൻ്റെ അമ്മ ചോദിക്കുന്നു, എന്തു പറയുന്നു വാനർ, നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് വാനർ എന്തു പറയുന്നു? ഇപ്പോഴാണ് പ്രിൻസ് ഹീച്ചിങ് തിരിച്ചു വരികയും ചെയ്തു. വാനറിൻ്റെ മനസ്സിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? എങ്ങനെയെങ്കിലും അവളെ കിങ്ങുമായിട്ട് ഒന്നിക്കാൻ പറയണം എന്ന് എംപ്രസ് പറയുമ്പോൾ അവരുടെ അച്ഛൻ പറയുന്നു, വാനർ നല്ല അനുസരണയുള്ള കുട്ടിയാണ്, അവൾ എന്തായാലും അനുസരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ നമ്മുടെ ഒളിഞ്ഞു നോക്കിയ ആ സെർവൻ്റ് വന്ന് അവരോട് സന്തോഷ വാർത്ത പറയുന്നു. നമ്മുടെ കിങ്ങും വാനറും ഒന്നിച്ചു. ഇനി നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ കിങ്ങും ഹീറോയിനും ലൂവും കൂടി കിങ്ങിൻ്റെ സ്റ്റഡി റൂമിലിരിക്കെ പ്രിൻസ് ഹീച്ചിൻ കിങ്ങിനെ കാണാൻ വരുന്നു. അപ്പോൾ പ്രിൻസ് ഹീച്ചിൻ വന്നു എന്നറിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ കിങ്ങിനോട് പറയുന്നു, ഓ പ്രിൻസ് ഹീച്ചിനോ, നല്ല ഭംഗിയുള്ള നല്ല എലിഗൻ്റായ പ്രിൻസോ, ഓ അയാളെ ഒന്ന് കണ്ടൂടെ നിങ്ങൾക്ക്, എന്ത് ഭംഗിയാണ് അയാളെ കാണാൻ എന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് കുശുമ്പ് തോന്നുന്നു. ഹീറോ അയാളെ ഇപ്പോൾ കാണാൻ വയ്യ, തിരിച്ചയച്ചേക്ക് എന്ന് ലൂവിനോട് പറഞ്ഞു വിടുന്നു. അങ്ങനെ ലൂ ചെന്ന് അയാളോട് തിരിച്ചു വിടുന്നു. കിങ്ങിന് സുഖമില്ല എന്ന് പറഞ്ഞ് കിങ്ങിന് ഇപ്പോൾ നിങ്ങളെ കാണാൻ പറ്റൂല എന്ന് പറഞ്ഞ് അയാളെ അവിടുന്ന് പറഞ്ഞു വിടുന്നു. പ്രിൻസ് ഹീച്ചിങ് പോയ ശേഷം നമ്മുടെ ഹീറോയിൻ ലൂവിനോട് ചോദിക്കുന്നു, നമ്മുടെ കിങ്ങിനെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ പ്രിൻസ് ഇത്രയും ദൂരം വന്നത്, പിന്നെ എന്തുകൊണ്ടാണ് കിങ് അയാളെ കാണാൻ കൂട്ടാക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഈ വക കാര്യങ്ങളിലൊന്നും നീ ഇടപെടണ്ടെന്നും പറഞ്ഞ് ലൂ അവളെയും കൂട്ടി കിങ്ങിൻ്റെ അടുത്തോട്ട് പോകുന്നു. കിങ് അവളോട് ചോദിക്കുന്നു, നീ എന്തുകൊണ്ടാണ് ഞാൻ പ്രിൻസിനെ കാണണം എന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, പ്രിൻസിനെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ഹാൻസമാണ്, നല്ല എലിഗൻ്റാണ്, പോരാത്തതിന് അയാൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അതിർത്തിയിൽ പോരാടുന്ന ആളുമാണ്. അപ്പോൾ എന്തുകൊണ്ടും കിങ് അയാളെ കാണുക തന്നെ വേണം, അയാളെ കാണാൻ എന്ത് ഭംഗിയാണ് എന്നിങ്ങനെ അയാളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കെ കിങ്ങിന് അതുപോലെ അസൂയ തോന്നിയിട്ട് അവൾക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുന്നു. ഹീച്ചിങ് കിങ്ങിൻ്റെ അടുത്തുനിന്ന് നേരെ വാനറിനെ കാണാൻ പോയി. പ്രിൻസ് ഹീച്ചിങ്ങിനെ കണ്ടതും വാനറിന് പഴയത് ഓർമ്മ വന്നു. നമ്മുടെ കിങ്ങുമായിട്ടുള്ള അവളുടെ എൻഗേജ്മെൻറ്റ് നടക്കുന്നതിന് മുമ്പ് തന്നെ അവൾ പ്രിൻസിന് ലെറ്റർ അയച്ചായിരുന്നു, ഇങ്ങനെ എൻ്റെ എൻഗേജ്മെൻറ്റ് നടക്കാൻ പോവാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും അവിടുന്ന് വന്ന് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ലെറ്റർ അയച്ചപ്പോൾ തിരിച്ച് പ്രിൻസ് ഹീച്ചിങ്, എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ ജീവനോടെ വരുമോ എന്ന് തന്നെ എനിക്ക് ഉറപ്പില്ല, ഞാനിപ്പോൾ യുദ്ധത്തിലാണ്, അതുകൊണ്ട് നീ നിൻ്റെ ജീവിതം നശിപ്പിക്കാതെ കിങ്ങിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞ് അവൻ ലെറ്റർ അയച്ചു. അവൻ അയച്ച ആ ഒരു ലെറ്ററിൻ്റെ കാരണത്താലാണ് അവൾ ഈ എൻഗേജ്മെൻറ്റിന് സമ്മതിച്ചതും കിങ്ങിനെ കല്യാണം കഴിച്ചതും. ഇതൊക്കെ ഓർമ്മ വന്നിട്ട് അവൻ അവളോടുള്ള ഇഷ്ടമില്ലാണ്ടായി എന്ന് അവൾക്ക് വിചാരിച്ചിട്ട് അവനെ മൈൻഡ് ചെയ്യാതെ അവൾ അവിടുന്ന് പോകുന്നു. അവിടെ നിന്നും പ്രിൻസ് പോയത് എംപ്രസ് ഡോവേജറിനെ കാണാനാണ്. അവിടെ ചെന്നപ്പോൾ എംപ്രസ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പേര് സെലക്ട് ചെയ്യുന്നു. പ്രിൻസ് ഹീച്ചിങ് വാനറിനെ പൂർണ്ണമായിട്ടും മറക്കാൻ വേണ്ടിയിട്ട് എംപ്രസ് പ്രിൻസ് ഹീച്ചിങ്ങിനോട് പറഞ്ഞു, നമ്മുടെ വാനറിനും കിങ്ങിനും കൂടി ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാനൊരു പേര് സെലക്ട് ചെയ്യുകയാണ്, നിനക്ക് തോന്നുന്ന നല്ലൊരു പേര് നീ പറ, നമുക്ക് നോക്കാം എന്താ ഇടേണ്ടത്. അങ്ങനെ പ്രിൻസ് ഹീച്ചിങ് എ എന്ന പേര് സെലക്ട് ചെയ്യുകയും അത് നമ്മുടെ എംപ്രസ് ഡോവേജറിന് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ലൂ ഓടി വന്ന് നമ്മുടെ കിങ്ങിനോട് പറയുന്നു, പ്രിൻസ് ഇവിടുന്ന് നേരെ പോയത് വാനറിനെ കാണാനാണ്. അത് കേട്ടതും കിങ് പറയുന്നു, അവൻ എന്തായി ചെയ്യുന്നത്, അവൻ അവളെ വേണ്ടാത്തോണ്ടല്ലേ, അവൻ അവളെ ഉപേക്ഷിച്ചോണ്ടല്ലേ അവൾക്ക് എന്നെ കല്യാണം കഴിക്കേണ്ടി വന്നത്, പിന്നെ എന്തിനാ അവളുടെ പുറകെ പിന്നെ അവൻ നടക്കുന്നത് എന്ന് ചോദിക്കുന്നു. വാനർ പണ്ട് അവളും പ്രിൻസും തമ്മിൽ കണ്ടുമുട്ടാറുള്ള ഒരു മരച്ചുവട്ടിൽ പോയി പണ്ട് അവർ തമ്മിൽ അവിടെ പേരെഴുതി കളിച്ച ആ ഒരു നല്ല നിമിഷങ്ങളെ ഓർത്ത് സങ്കടത്തോടെ നിൽക്കുമ്പോൾ അവളെ കാണാൻ അവിടെ പ്രിൻസും വരുന്നു. പ്രിൻസിനെ കണ്ട പാടെ, ഞാനിപ്പോൾ കിങ്ങിൻ്റെ വൈഫാണ്, നീ ഇനി ഒരിക്കലും എന്നെ ഫോളോ ചെയ്യരുത്, നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും ഇവിടെ വെച്ച് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ പണ്ട് അവൾക്ക് സമ്മാനിച്ച ആ ഹെയർ പിൻ അവളെ തന്നെ തിരിച്ചു കൊടുക്കുന്നു. അവനും മനസ്സിൽ കരുതുന്നു, ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്തിന് നീ എനിക്ക് തിരിച്ചു തരാൻ നിൽക്കുന്നു, എന്തുകൊണ്ട് നീ അത് കളഞ്ഞില്ല എന്ന് മനസ്സിൽ കരുതി അവനും അവിടെ വിഷമിച്ച് നിൽക്കുന്നു. ഇപ്പുറത്ത് നമ്മുടെ കിങ് നമ്മുടെ ഹീറോയിന് പണിഷ്മെൻറ്റ് കൊടുത്തായിരുന്നല്ലോ, അത് വേറൊന്നുമല്ല, കിങ്ങിൻ്റെ സ്റ്റഡി റൂമിൻ്റെ പുറത്ത് കാവൽ നിൽക്കാനായിരുന്നു, സ്റ്റഡി ആയിട്ട് നിൽക്കാനായിരുന്നു. പക്ഷേ അവളവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കാതെ തേരാപ്പാര നടക്കുന്നത് കണ്ട് നമ്മുടെ കിങ് അവളോട് പറയുന്നു, നീ അടങ്ങി നിൽക്കുന്നില്ലല്ലോ, എന്നാൽ പിന്നെ അവിടെ നീ മുട്ടുകുത്തി നിന്ന് നല്ലോണം പ്രാർത്ഥിക്ക്, ഈ നാട്ടിൽ മഴ പെയ്യാൻ വേണ്ടിയിട്ട്. എന്നവൾ മുട്ടുകുത്തി നിന്ന്, ദൈവമേ ഇവിടെ മഴ പെയ്യണേ, എനിക്ക് ഇവിടുന്ന് എങ്ങനെയും തിരിച്ചു പോവാൻ, എൻ്റെ വീട്ടിൽ പോകാൻ കഴിയണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത് കേട്ട്
പ്രിൻസ് നീ എന്താ പറഞ്ഞ എന്ന് ദേഷ്യത്തോടെ ചോദിച്ചതോടെ അവൾ പറയുന്നു, അല്ല ഇവിടെ മഴ പെയ്യണം, ഇവിടെ സമ്പൂർണ്ണ നന്മയുണ്ടാവണം, നമ്മുടെ രാജ്യം നല്ലോണം നന്നാവണം എന്നൊക്കെ പറഞ്ഞ് അവൾ തിരുത്തി പറയുന്നു. നമ്മുടെ ഹീറോയിൻ്റെ ഈ കുസൃതിയുള്ള സ്വഭാവം നമ്മുടെ രാജാവിനും ചെറുതായിട്ട് ഇഷ്ടപ്പെടാനും തുടങ്ങി. അപ്പോഴാണ് ലൂ വന്ന് പറയുന്നു, നമ്മൾ മിനിസ്റ്റർ ലീക്ക് കൊടുത്ത ഡാമിൻ്റെ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല, എങ്ങനെ നമ്മളത് ചെയ്യും എന്ന് പറയുമ്പോൾ രാജാവ് പറയുന്നു, നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ മിനിസ്റ്റേഴ്സിനും വേണ്ടിയിട്ട് ഒരു പാർട്ടി അറേഞ്ച് ചെയ്യും, പ്രത്യേകം അവരോടൊക്കെ പറയണം രാജാവിനെ കാണാൻ വരുമ്പോൾ രാജാവിൻ്റെ ഉള്ള ഗിഫ്റ്റ്സും കൂടി കൊണ്ടുവരണമെന്ന്. അങ്ങനെ അവർ കൊണ്ടുവരുന്ന ഗിഫ്റ്റ്സിൽ നിന്നും നമുക്ക് ഫണ്ട് റേസ് ചെയ്യാം എന്ന് പറയുന്നു. ആ പാർട്ടിക്കും വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻസും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ചെയ്യാൻ ഏൽപ്പിച്ചത് നമ്മുടെ ഹീറോയിനെയാണ്. ഡെക്കറേഷൻസ് ചെയ്തുകൊണ്ടിരിക്കെ ലൂ പറയുന്നു, രാജാവേ പ്രിൻസ് ഹീച്ചിങ്ങും ഇപ്പോൾ ഇവിടെ ഉണ്ട്, എത്ര മിനിസ്റ്റേഴ്സ് പ്രിൻസിൻ്റെ കൂടെയാണോ എത്ര മിനിസ്റ്റേഴ്സ് നമ്മുടെ കൂടെയാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല, ഇനി എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല, പാർട്ടിക്ക് എല്ലാവരും വരുമോ, നമുക്ക് വേണ്ട ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല എന്ന് പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്